പയ്യന്നൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് വഴിയോര കച്ചവടക്കാരിൽ നിന്നും 2000 രൂപ തട്ടിയെടുത്തു. പെരുമ്പയിൽ ലോട്ടറി സ്റ്റാൾ നടത്തുന്ന അന്നൂർ സ്വദേശിനി പി വി ഷീജിയുടെ പണമാണ് തട്ടിയെടുത്തത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:45ഓടെയാണ് സംഭവം. ബൈക്കിലെത്തിയ യുവാവ് 8 ലോട്ടറി ടിക്കറ്റ് വാങ്ങുകയും പണം നൽകിയ ശേഷം എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തുകയുമായിരുന്നു. എക്സൈസ് ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത വസ്തുക്കൾ വിറ്റഴിക്കുന്നുണ്ടെന്നും 2000 രൂപ തന്നാൽ സിഗരറ്റ് പാക്കറ്റുകൾ എത്തിച്ചു തരാമെന്നും വിശ്വസിപ്പിച്ചാണ് ലോട്ടറി സ്റ്റാൾ നടത്തിപ്പുകാരിയിൽ നിന്നും പണം തട്ടിയത്. വൈകുന്നേരമായിട്ടും എക്സൈസ് ഉദ്യോഗസ്ഥനെ കാണാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് വഞ്ചിക്കപ്പെട്ടതായി ബോധ്യപ്പെട്ടത്. തുടർന്ന് എക്സൈസ് ഓഫീസിൽ വിളിച്ച് വിവരം പറയുകയും പയ്യന്നൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഉച്ചയ്ക്ക് 12:50 1 മണിക്കുള്ളിൽ ഒരാൾ ബൈക്കിൽ വന്നിട്ട് ഇൻസൈഡിലാക്കിയിട്ട് ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ചിട്ട് വന്നത്. എന്നിട്ട് എന്നോട് 8 ടിക്കറ്റ് ആവശ്യപ്പെട്ടു. ഞാൻ 8 ടിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. 400 രൂപ വാങ്ങി 100 രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം എവിടെയാണ് വീട് എന്നാലും ചോദിച്ചാൽ അന്വേഷിച്ചത് ഞാൻ അന്നൂരാണ്, അമ്പലത്തിൻ്റെ ബാക്കിലാണ് വീട്, ഞാൻ ആർമിയിൽ നിന്ന് ഇതായതാണ്, എന്നിട്ട് ഇപ്പോൾ എക്സൈസിലാണെന്നും പറഞ്ഞു പയ്യന്നൂർ. അപ്പം എന്നിട്ട് എന്നോട് ഇങ്ങനെ പിടിച്ചു വെച്ച സാധനമുണ്ട്, കുറച്ച് സിഗരറ്റും കാര്യമെല്ലാം നിങ്ങൾക്ക് വേണോ വെച്ചിട്ട് എന്നോട് 2000 രൂപ വാങ്ങി പോവുകയും ചെയ്തു. അതിനുശേഷം കാണാത്തതുകൊണ്ട് ഞാൻ എക്സൈസിലേക്ക് വിളിച്ചേരം പറഞ്ഞത് അങ്ങനെയുള്ള ആളില്ല. അന്നേരം ഞാൻ വഞ്ചിക്കപ്പെട്ടതായിട്ട് മനസ്സിലായത്. പോലീസും എക്സൈസ് സംഘവും നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ നീല ബൈക്കിൽ പോകുന്ന CCTV ക്യാമറ ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സമാന രീതിയിൽ നേരത്തെയും ഇത്തരത്തിൽ പയ്യന്നൂരിൽ തട്ടിപ്പ് നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.